ബയോഗ്രഫിയുടെ ഈ വിഷുദിന സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മുടെ അതിഥിയായി എത്തുന്നത് കായംകുളത്തിന്റെ പ്രിയങ്കരിയായ MLA അഡ്വക്കേറ്റ് യു പ്രതിഭാഹരിയാണ്. മാഡം, കുടുംബത്തെക്കുറിച്ചൊന്ന് വിശദീകരിക്കാവോ? കുടുംബം വിശദീകരിച്ചെന്ന് പറയണോ? ദീർഘമായിട്ട് അച്ഛനും അമ്മയും പിന്നെ ഞാനും മോനും ഞങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഹസ്ബൻഡ് KCBയിൽ വർക്ക് ചെയ്യുന്നു. ഹരി എന്നാണ് പേര്. മോൻ കനിവ് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം മാഡത്തിൻ്റെ ആ വിഷുക്കാല ഓർമ്മകൾ ഞങ്ങൾക്കായിട്ടൊന്ന് പങ്കുവയ്ക്കാവോ? വിഷു എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള സമയം. കാരണം എല്ലാവരുടെ കയ്യിലും പൈസ കിട്ടുമല്ലോ. അത്യാവശ്യം വിഷുക്കണി കാണുകയും വിഷു കൈനീട്ടം കിട്ടുകയും. അപ്പം എനിക്കൊന്ന് കുട്ടികളായിരിക്കുമ്പോൾ ഏറ്റവും സന്തോഷമുള്ള കാലം വിഷുക്കാലമാണ്. അപ്പോൾ ഓണം സദ്യ, ക്രിസ്മസ് കേക്ക്, പിന്നെ വിഷു കൈനീട്ടം, ഇങ്ങനെയാണ് നമുക്കൊരു ഓർമ്മ വരുന്നത്. അപ്പം വിഷുവിൻ്റെ ഏറ്റവും ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിഷുവിന് പ്രത്യേകമായിട്ട് ഇങ്ങനെ കൊടുക്കയില്ലേ, വിഷു കൊടുക്കുക. അതിൻ്റെ അകത്ത് ഇങ്ങനെ കോയിന. ഇപ്പോഴത്തെ കുട്ടികൾക്ക് 100 രൂപ കൊടുത്താലും അത്ര പോരാ. കാരണം അവരിപ്പം വേറൊരു കാലഘട്ടത്തിൽ ജീവിക്കും. പക്ഷെ എൻ്റെയൊക്കെ സമയത്ത് നമുക്കൊരു എന്താ പറയണ്ടത്, 1 രൂപ മുതൽ കിട്ടുന്നത് പോലും ഭയങ്കര സന്തോഷം. അതിങ്ങനെ ഇട്ട് വെച്ചിട്ട് ആ ടിന്നിനൊരു കന ഉണ്ടാവില്ല, അതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കൈനീട്ടം കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കൈനീട്ടം വാങ്ങാനായിട്ട് പതുക്കെ സ്നേഹമൊക്കെ പുതുക്കി ഇങ്ങനെ പോകും. അതൊരു സന്തോഷം. പിന്നെ അമ്മയുടെ സഹോദരൻ അമ്മാവൻ അറുപാടുണ്ട്. ഇവിടുത്തെ കൂടാതെ അമ്മയുടെ വീട്ടിലേക്ക് ഒരു വിഷു കൈനീട്ടം വാങ്ങാനൊരു പോക്കുണ്ടായിരുന്നു. പിന്നെ ആ ഒരു യാത്രയും സന്തോഷമാണ്. വിഷു സന്തോഷമുള്ള ഓർമ്മ. പിന്നെ നിറയെ പൂക്കളല്ലേ, ഈ എല്ലായിടത്തും കണിക്കൊന്ന പൂക്കളൊക്കെ ആയിട്ട്. അപ്പം വിഷു എന്ന് പറയുമ്പം കളർഫുൾ പ്ലസ് പണം. അത്യാവശ്യം നമ്മളൊരു വെക്കേഷനുള്ള പോക്കറ്റ് മണി കിട്ടുന്ന ഒരു സന്തോഷമാണ്. ഇപ്പൊ മറക്കാനാവാത്ത ഒരു വിഷു കൈനീട്ടം ഉണ്ടായിട്ടുണ്ടോ മാമിന്റെ ജീവിതത്തില്? അങ്ങനെ പറയാൻ പറ്റില്ല. ഓരോ വിഷുവിനും സന്തോഷമാണ്. ഓരോ വിഷുവും മറക്കാനാവാത്ത ഓർമ്മകളാണ്. പിന്നെ ഞാൻ LLBക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വിഷുവാണ് എനിക്ക് ശരിക്കും ഭയങ്കര മെമ്മറബിൾ ആണത്. വിഷു കൈനീട്ടമല്ല, ഞങ്ങൾക്ക് കുഞ്ഞിലെ മുതൽ വിഷു കണി കാണുക അതിവിടെ വീട്ടിൽ ശീലിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങൾ തലേ ദിവസം തന്നെ എല്ലാം അടിച്ചുവാരി വൃത്തിയാക്കി ഇതിൻ്റെ അകത്ത് നമ്മൾ ഉരുളിയിൽ, അത് ഓട്ടുരുളി തന്നെ ചെയ്യും. ചെറുതിലെ ഓർമ്മ കിട്ടിയ കാലം മുതൽ അമ്മ അത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പിന്നീട് ഞങ്ങൾക്ക് ഒരുവിധം പ്രായമൊക്കെ ആയപ്പോൾ ഞങ്ങളുടെ ചൈൽഡ്ഹുഡ് ഞങ്ങളെ കൊണ്ട് തന്നെ അമ്മ ചെയ്യിക്കുമായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ ഇതെല്ലാം ഒരുക്കി വെച്ച് രാവിലെ കൃഷ്ണൻ നിൽക്കുന്ന കാണണം. അത് ശരിക്കും അത് കണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ സമാധാനമില്ലായ്മയായിരുന്നു. അതിന് കാണാൻ പറ്റാതിരുന്നൊരു സമയം LLB പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്. കാണാൻ പറ്റത്തില്ല. വിഷുക്കണി എങ്ങനെ ഒരുക്കാനും ഹോസ്റ്റലിലാണ്. അപ്പം കയ്യിലൊരു മാല ഉണ്ടായിരുന്നു. അതിന് ആനിലൊക്കെ കൃഷ്ണനായിരുന്നു കയ്യിൽ ലോക്കറ്റ് മാലയുടെ. അപ്പം ഞാൻ എന്ത് ചെയ്യും, എനിക്ക് കൃഷ്ണനെ എഴുന്നേക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ആ മാല കയ്യിൽ ചുറ്റി കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേറ്റുകൊണ്ട് അതിങ്ങനെ നോക്കി വിഷുക്കണി കണ്ടൊരു ഓർമ്മയുണ്ട്. അത് ഭയങ്കര എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം. എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ ഈ വിഷുവിന്? എന്തെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, എല്ലാ വിഷുവും ഇതുവരെ സന്തോഷകരമായിട്ടുള്ള വിഷു ഓർമ്മകളൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ ഇടയിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ, നമുക്ക് സ്നേഹമുള്ളവരെ, നമുക്കറിയാവുന്നവർ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഇപ്പോൾ പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ കേൾക്കുന്നുണ്ട്. അത്തരം വിഷമങ്ങളുണ്ട്. പക്ഷേ ഒരു വിഷമം ഉണ്ടെങ്കിൽ അപ്പുറത്ത് 10 സന്തോഷം. ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു സാമൂഹ്യ പ്രവർത്തകയെ സംബന്ധിച്ച് ഒരു വിഷമം പ്ലസ് അപ്പുറത്ത് അതിൻ്റെ ഇരട്ടി സന്തോഷങ്ങളും നിറഞ്ഞതാണല്ലോ ഞങ്ങളുടെ. പ്രശ്നങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, ഇതെല്ലാം ചേരുന്നതാണ്. അപ്പം എനിക്ക് കുറേ കാലമായിട്ട് ഇങ്ങനത്തെ തന്നെ വിഷുവാണ്. ഞാൻ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും മെമ്പറായിട്ടും ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടും ഇപ്പോൾ MLA ആയിട്ടൊക്കെ നിൽക്കുമ്പോൾ എത്രയോ കാലമായിട്ട് ജനങ്ങളുമായിട്ടുള്ളൊരു വിഷുവാണ് എനിക്ക് വരുന്നത്. പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഓർമ്മയാണ്. എനിക്ക് വിഷുവിന് ആൾക്കാർ ഇങ്ങോട്ട് കൈനീട്ടം തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് ഭരണിക്കാവിൽ ഞാൻ പാർട്ടി ബസിൻ്റെ വാതിക്കയിൽ ഞങ്ങളിങ്ങനെ ഇപ്പോൾ അവിടുത്തെ ഒരു സഹം കൊണ്ട് 1000 രൂപ എന്നിട്ട് പറഞ്ഞത് വിഷു കൈനീട്ടം. അതൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഇത്തവണ വിഷുവിന് അവിടെ പോയി നിൽക്കണം. അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ വീണ്ടും അദ്ദേഹത്തിന് പ്രോത്സാഹനം കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ രാഷ്ട്രീയ ജീവിതത്തിലോട്ടുള്ള ഈ കടന്നുവരവിൽ എങ്ങനെയായിരുന്നു? കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഒരു ഇതാണ്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ LLB സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നത് ഇവിടെ നമ്മൾ താമസിക്കുന്ന പഞ്ചായത്തിൽ. അപ്പം നമ്മുടെ പാർട്ടി ലീഡർഷിപ്പ്, ഇപ്പോൾ അദ്ദേഹം മരിച്ചുപോയി, ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഉണ്ടായിരുന്നു മണിച്ചൻ ചേട്ടൻ, അദ്ദേഹവും പിന്നെ ഹരിച്ചേട്ടൻ, അതുപോലെ പ്രകാശ് ചേട്ടൻ, അജയൻ സാർ, കഴിയിലെ ഒരു സെറ്റ് നമ്മുടെ പാർട്ടി ആൾക്കാർ വന്നിട്ട് അച്ഛനെ കണ്ടു. അപ്പം ഞാനിവിടെ ഇല്ല, ഞാൻ ക്യൂസായിട്ടില്ലായിരുന്നു, ഹോസ്റ്റലിൽ നിൽക്കുക. പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒന്നും ഒരു വിദൂര സ്വപ്നത്തിൽ പോലും ഒരു തിരഞ്ഞെടുപ്പില്ല. നമ്മുടെ അടിച്ചുപൊളി കോളേജ് ലൈഫാണ്. ഞാൻ കോളേജിലൊക്കെ വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാളായിരുന്നു. എല്ലാത്തിനും പങ്കെടുക്കുക, എല്ലായിടത്തും ഉണ്ടാവുക, ഫ്രണ്ടിലിരിക്കുക, ഇത്തരം ചില കലാപരിപാടിയൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ എനിക്ക്
അതിൻ്റെ ഇപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. നിറയെ സ്വപ്നങ്ങളാണ്, കലാലയ സ്വപ്നങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പൊതുപ്രവർത്തക എന്ന് പറയുമ്പം ആദ്യം എനിക്ക് സങ്കടമൊക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞു പാടാണ്, ഞാനിപ്പം എനിക്കൊന്നും അറിയില്ല, പഞ്ചായത്തിലൊന്നും അന്ന് നമ്മൾ പോകുന്നേ ഇല്ല. പക്ഷേ അവർ പറഞ്ഞില്ല പറ്റില്ല നിൽക്കണം എന്ന് പറഞ്ഞു. പിന്നീട് അവിടുന്ന് ഫ്രണ്ട്സൊക്കെ പറഞ്ഞു ഇനി ജയിക്കാതെ ഇങ്ങോട്ട് വന്നാൽ കാല് തല്ലി ഒടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഒരു കോളേജ് ക്യാമ്പസ് ഇലക്ഷൻ പോലെയായിരുന്നു എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ്. അവരെല്ലാവരും വന്നു, ഞങ്ങളെല്ലാവരും ഇപ്പുറത്താണ് ഇവിടെ നിന്നത്, ഇവിടെ എല്ലാം വീടൊക്കെ കയറി എല്ലാവരും വോട്ട് ചോദിച്ചു. അങ്ങനെയാണ് അതിൻ്റെ ട്രെയിനിങ് പീരീഡായിരുന്നു. എന്തായാലും ജയിച്ചു, പഞ്ചായത്ത് മെമ്പറായി. വീട്ടിൽ അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ട്, ഇപ്പോഴും അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് പോകുന്നത്. കാരണം അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം ഇതുപോലുള്ള ടൈം എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടത്, ഒരു വീട്ടമ്മയാണെങ്കിൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി ഇപ്പം നിങ്ങളൊരു ഇന്റർവ്യൂവിന് വരുമ്പോൾ പോലും നമ്മൾ ടെൻഷനായിരിക്കും. ഇപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ജീവിക്കുന്നതുകൊണ്ട് ഞാൻ ആ കംഫർട്ടൊക്കെ അനുഭവിക്കുന്നുണ്ട്. ശരിക്കും ഇപ്പോഴും ഞാൻ ഈ വീട്ടിൽ ഇളയ കുട്ടിയായതുകൊണ്ട് ഇപ്പോഴും അവരുടെ ആ ഇളയ മോളായിട്ട് തന്നെ അവരെന്നെ ട്രീറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് അമ്മയാണ് ശരിക്കും എനിക്ക് എന്താ പറയുക ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു പിന്തുണ അമ്മയാണ്. പിന്നെ ഹസ്ബൻഡിന്റെ ഭാഗത്തൊന്നും പ്രത്യേകിച്ച് ശല്യമൊന്നുമില്ല. അദ്ദേഹം ആണെങ്കിൽ ആവശ്യമില്ലാതെ ഒന്നിനും ഇന്റർഫിയർ ചെയ്യാറില്ല. പിന്നെ അച്ഛനാണെങ്കിൽ കൃത്യമായ കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്തിട്ടൊക്കെ പറയാറൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിൽ ആരും കൈകടത്താറില്ല, അതെൻ്റെ ഫ്രീഡാണ്. എനിക്ക് അഭിപ്രായങ്ങളിൽ ആരും കൈകടത്താറില്ല. അവിടെ കുടുംബം എന്ന് പറഞ്ഞാൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ളൊരു കരുത്താണ് കുടുംബം. മറ്റേ എൻ്റെ പൊളിറ്റിക്കൽ ലൈഫിൽ അവരാരും യാതൊരു വിധമായിട്ടുള്ള ഇൻ്റർഫിയറൻസും അവരുടെ ഭാഗത്തുനിന്ന് വരാറില്ല. വേറെ മറ്റ് ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്? ഇടയ്ക്ക് ഒന്ന് ടെലിഫിലിമിൽ എന്തോ അഭിനയിച്ചു എന്ന് കേട്ടിട്ടുണ്ട്, അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ഡോക്യുഫ്യൂഷൻ ചെയ്തിരുന്നു തകഴിയുടെ തകഴിച്ചേട്ടൻ്റെ വീട് കഴിഞ്ഞ 1 കിലോമീറ്റർ കഴിയുമ്പോഴേ എൻ്റെ വീട്. അപ്പോൾ എൻ്റെയൊക്കെ ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴേ തകഴിച്ചേട്ടനെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരമവാർഷികവും ജന്മദിനത്തിൻ്റെ ഓർമ്മയും അതാണ് 10 മുതൽ അവിടെ 18 വരെ 17 വരെ സാഹിത്യോത്സവം നടക്കുകയാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിനെ കാണാൻ പോയി. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ ഒരു സ്നേഹമാണ്, നല്ല പ്രായം അദ്ദേഹം, എന്നാലും ആ സ്നേഹമൊക്കെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ഭയങ്കര ആത്മബന്ധം. ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ കാത്തമ്മയുണ്ട്. അപ്പം ഞാൻ എപ്പോഴും തഴി സ്മാരകത്തിൻ്റെ എല്ലാ ചുമതലയായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് പോകണമല്ലോ. ഞാൻ എപ്പോഴും ഈ 7 ദിവസമൊക്കെ നമ്മളവിടെ സ്ഥിരമാണ്. ഞാൻ അവരുടെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ്. രാജേച്ചിയാണെങ്കിലും കനകേച്ചിയാണെങ്കിലും അവരെന്ന് വെച്ചാൽ അവരെല്ലാവരുമായിട്ടുള്ള അടുപ്പം ഭയങ്കരമായിട്ടുണ്ട്. അങ്ങനെ അമ്മയെ ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്യുമായിരുന്നു. ഞാൻ കണ്ടതിൽ ഏറ്റവും നല്ല സ്ത്രീയാണ് കേട്ടോ അമ്മ. എന്ന് വെച്ചാൽ ഭയങ്കര സൗമ്യതയുണ്ട്, പിന്നെ ഷാർപ്പാണ്. തകഴിച്ചേട്ടൻ്റെ എല്ലാം ആയിരുന്നു അമ്മ. തകഴിച്ചേട്ടൻ എനിക്ക് തോന്നുന്നു ബിഹൈൻഡ് എല്ലാത്തിനും അമ്മയുടെ ഒരു ശക്തി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പം നമ്മൾ ആക്ട്രസ്സോ അല്ലെങ്കിൽ ആക്ടിങ് ടാലൻറ്റോ ഒന്നും ഉള്ള ആളല്ല. ഞാനൊക്കെ ശരിക്കും പച്ചയായിട്ട് മനുഷ്യരുടെ അടുത്ത് ഇടപെടുന്ന ആളാണ്. നമുക്ക് ഇപ്പം നിങ്ങളോട് എങ്ങനെയാണോ എനിക്ക് അതുപോലെ ജനങ്ങളോടും പറ്റാറുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് അഭിനയിക്കാൻ പറ്റുമെന്നൊക്കെ സംശയമുണ്ട്. പക്ഷെ അതിന് മുമ്പ് ഞാനൊരു ഇത് ചെയ്തിരുന്നു, നമ്മുടെ ന്യൂസ് പേപ്പർ ബോയ് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്കൊരു ധൈര്യം കിട്ടി. കാരണം പ്രിയൻ പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് 2 ഫ്രണ്ട്സ് അവരൊരു ദിവസം ഇവിടെ വരുന്നു, അവർ സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്നോട് ഞങ്ങൾക്കൊരു ഇത് ചെയ്യുന്നുണ്ട്, ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, സഹായം ചെയ്യും. അപ്പോൾ ഞാനോടത്ത് ഞാൻ ആസ് എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ്റെ എന്തെങ്കിലും ലൊക്കേഷനൊക്കെ അവർക്ക് കൊടുക്കാനായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞാൽ എന്താ നിങ്ങൾ പറയാൻ പറഞ്ഞപ്പോഴാണ് പറയുന്നത് ഇതിൻ്റെ അകത്തൊന്ന് അഭിനയിക്കണം എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഞെട്ടല, ഞാനെങ്ങനെ, ഞാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. കോളേജിലൊക്കെ വെച്ചിട്ട് അഭിനയത്തിലോട്ട് കഥാപ്രസംഗം പറയായിരുന്നു, പാട്ട് ഞാൻ പറയണം. ഞാൻ ഒരിക്കലും ഒന്നിൻ്റെ പുറകിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ചാണ്, എപ്പോഴും മുന്നിൽ നിൽക്കണം എന്ന് ആഗ്രഹിച്ചാണ്. കുട്ടികളോടൊക്കെ എനിക്ക് അതാ പറയാനുള്ളത്, നമ്മളൊരിക്കലും പുറകിലേക്ക് പോകാൻ നിൽക്കരുത്. നമ്മളെപ്പോഴും നമ്മളെ ആദ്യം റെസ്പെക്ട് ചെയ്യണം, ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ നമുക്കൊന്നും ആവാൻ പറ്റത്തില്ല. നമുക്ക് ഐക്യാൻ എന്നൊരു ഇതെടുക്കണം എന്നാണ് ഞാൻ എല്ലാവരും പറയാനുള്ളത്. അപ്പം ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ട്. അന്നൊരിക്കലും പൊളിറ്റിക്സിൽ വരാൻ വേണ്ടിയൊന്നുമല്ല, എനിക്ക് അങ്ങനെയായിരുന്നു ഇഷ്ടം. ബാക്കിലൊക്കെ പോയി ഇരിക്കുമ്പോൾ ഒരു സങ്കടം. എപ്പോഴും ഫ്രണ്ട് ഇരുന്ന് ടീച്ചേഴ്സിൻ്റെയൊക്കെ എല്ലാ അറ്റൻഷനും വേണം, എപ്പോഴും ഓരോ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ഒരാളായിരുന്നു. അതേവർക്ക് നല്ല സ്നേഹം ഉണ്ടായിരുന്നു കേട്ടോ ആ കാലത്തൊക്കെ. എനിക്ക് അത് നമ്മുടെ ഒരു കരിയറിൽ അതൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവരിവിടെ വന്നവരെന്നോട് പറഞ്ഞു ഒന്നും അഭിനയിക്കണ്ട, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എങ്ങനെയാണോ അങ്ങനെ തന്നെ മതി. അപ്പോൾ അത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടാണ് വിമൻ എംപവർമെന്റ് അഭിനയിക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ സ്പീച്ചൊക്കെ അവരൊരു സ്പീച്ച് എടുത്തു. പിന്നെ അതിൻ്റെ അകത്ത് ഒരു പത്രവിതരണം നടത്തുന്ന ഒരു കുള്ളനായ മനുഷ്യൻ മരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അപ്പം വിധവകളെ കാണുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്നും പ്രശ്നമാണെന്ന് പറയുന്നുണ്ട്. വിധവ പത്രവിതരണക്കാരിയായാലും അപ്പോൾ എന്താ സ്ഥിതി, വീട്ടിൽ ആദ്യം വന്ന് കയറുന്ന അവരായിരുന്നു. അപ്പോൾ അവർ പത്രവിതരണത്തിന് വരണം എന്ന് ആ നാട്ടിലെ ആൾക്കാർ ആഗ്രഹിക്കുന്നു. നല്ലൊരു സ്ക്രിപ്റ്റ്, അതിൻ്റെ വല്ല അടുപ്പമുള്ള ആ പ്രിയനും പ്രിൻസിപ്പൽ സിനിമയൊക്കെ ചെയ്യാൻ പോകാൻ തോന്നുന്നു. അപ്പോൾ ആ ചെറുപ്പക്കാരൊരു ധൈര്യമാണ് എന്നെ അതിലേക്ക് നയിച്ചത്. പക്ഷെ എനിക്കത് നല്ല ഇഷ്ടമായിരുന്നു, ഞാൻ ആസ്വദിച്ച് ചെയ്തിട്ടുണ്ട്. സമയക്കുറവ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് പൂർണ്ണമായിട്ട് അവരോട് എനിക്ക് നീതി പുലർത്താൻ പറ്റിയിട്ടില്ല. 2-3 മണിക്കൂറാണ് ഞാനതിൽ കൊടുത്തത്. ഓടി നടന്ന് ഇതിനിടയ്ക്ക് എന്നൊക്കെ വന്ന്
പ്രത്യേകിച്ച് ഒരു എന്താ പറയണ്ട മേക്കപ്പ് ചെയ്യുകയോ അങ്ങനൊന്നും ചെയ്യാതെ നേരെ ക്യാമറയുടെ മുന്നിലേക്ക് പോയി നിന്ന് അഭിനയിച്ചതാണ്. പിന്നീട് ആണ് അതിൻ്റെ ഒരു പ്രചോദനത്തിലായിരിക്കും ബൈജു ഡോക്യുഫിഷനിലേക്ക് വിളിച്ചത്. കാത്തമ്മ എനിക്ക് ഇഷ്ടമായിരുന്നു. എനിക്ക് കാത്തമ്മയുടെ ഒരു ജീവിതം ഭയങ്കര ഭാഗ്യമല്ലേ. കാത്തമ്മ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൈഫിൻ്റെ ഒരു നമ്മൾ തന്നെ അതായിട്ട് ആക്ടിങ് ചെയ്യാല്ലേ. കാത്തമ്മയെ ഇങ്ങനെ നമ്മൾ മാറുക. കാത്തമ്മയുടെ ആ കാലത്ത് വസ്ത്രം ഉടുക്കുന്നൊക്കെ അങ്ങനെയായിരുന്നു, കുറച്ച് പൊക്കിയിട്ട് ഇങ്ങനെ ഉയർത്തി മുണ്ടൊക്കെ ഉയർത്തി കൊടുക്കുക, പിന്നെ ഒറ്റ മുണ്ട് മാത്രം ഇങ്ങനെ ഒരു നേരിയത് മാത്രമേ ഇടുക. അങ്ങനെയൊക്കെ നല്ല എന്താ പറയണ്ടേ, ഞാൻ ശരിക്കും ഇഷ്ടപ്പെട്ട് ചെയ്തതാണ്. അപ്പം ന്യൂസ് പേപ്പർ ബോയ് ചെയ്തതിൻ്റെ ഒരു ധൈര്യത്തിലാണ് കാത്ത ചെയ്തത്. കാത്തമ്മ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായിട്ട് ഒത്തിരി ഇഷ്ടവും ഒരു ബഹുമാനവും ഒക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കൊരു ഭാഗ്യമായിട്ടാണ് തോന്നി, അയ്യോ കാത്തമ്മയുടെ ഒരു റോളൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഇട്ടത്. പക്ഷേ ഡോക്യുഫ്യൂഷൻ ആയതുകൊണ്ട് ഈ പറയുന്ന പോലെ ഒരു വലിയൊരു പബ്ലിസിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ന്യൂസ് പേപ്പറിലെല്ലാം ഒരുപാട് വന്നു. പക്ഷേ അത് ഫിലിം ആക്കാനുള്ളൊരു വലിയ ആഗ്രഹം സംവിധായകനുണ്ടായിരുന്നു. അതിനോട് എനിക്ക് നീതി പുലർത്താൻ പറ്റിയില്ല എന്നൊരു വിഷമം എനിക്കുണ്ട്. എനിക്ക് പിന്നെ സമയം പോയി. ഇപ്പം തെരഞ്ഞെടുപ്പായി. കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസം എന്ന് പറഞ്ഞാൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് 52 ദിവസത്തോളം തെരഞ്ഞെടുപ്പ് വർക്കിലായിരുന്നു. ആ ടൈമിലായിരുന്നു ഇവർ പ്ലാൻ ചെയ്തത്. ഇനി ബൈജു അത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കും. ഞാൻ പറഞ്ഞു മറ്റേതെങ്കിലും ഒരാളെ വെച്ചിട്ട് അത് പൂർത്തിയാക്കണം. ഇപ്പം ഡോക്യുഫ്യൂഷൻ ഞാൻ പൂർത്തിയായി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ എന്തായാലും അവരതിൻ്റെ പിന്നീട് ആലോചനകൾ നടത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു. ഓൾമോസ്റ്റ് എനിക്ക് സമയമില്ല എന്നവരോട്, നമ്മളവരെ അങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ പാടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് മിക്കവാറും എനിക്ക് ടൈം ഇല്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ വേറെ ആളെ വെച്ച് തന്നെ ചെയ്യും, മനോഹരമായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബൈജു ഒത്തിരി ഇതുപോലുള്ള ഡോക്യുമെൻ്ററി ഒക്കെ എടുക്കുന്ന ആളാണ്. അദ്ദേഹം വേറെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ മറ്റ് പ്രോജക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. എന്നാലും എനിക്ക് സന്തോഷമായിരുന്നു. ഈ പറഞ്ഞ പോലെ ധൈര്യം ഉണ്ടെങ്കിൽ യൂട്യൂബിലുണ്ട്, കാണാം. അപ്പോൾ മലയാള സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ? തിയേറ്ററിൽ പോയൊക്കെ ഉണ്ട്. ടേക്ക് ഓഫ് ഉണ്ട് ഏറ്റവും ലാസ്റ്റ്. നല്ല മൂവിയാണ്. ഞാനിപ്പോൾ കുറേ കാലം, എനിക്കൊന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ സിനിമ കണ്ടിട്ടേ ഇല്ല. തിയേറ്ററിൽ പോയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. കാരണം വെച്ചാൽ നമുക്ക് ഒരുപാട് തിരക്കും ടെൻഷനും ഉണ്ടല്ലോ. അപ്പം സിനിമ കാണാൻ പോയിരിക്കുമ്പോഴത്തേക്കും ഒന്നാമത് തന്നെ മൊബൈലൊക്കെ പരമാവധി ആൾക്കാർ പറയും മൊബൈൽ എടുക്കില്ല. ഇപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ഇൻ്റർവ്യൂ തരുന്ന സമയം ഞാൻ മൊബൈൽ എടുത്തുകൊണ്ടിരിക്കാറില്ല. ഞാൻ പ്രോഗ്രാമിന് ഇനാഗുറേഷന് പോകുമ്പോൾ മൊബൈൽ കൊണ്ടുപോകാറില്ല. വണ്ടിയിലിരിക്കുന്ന സമയത്ത് വരുന്ന കോൾസൊക്കെ തിരിച്ചു വിളിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളോടൊക്കെ ഒരുപാട് അടുപ്പം ആൾക്കാർക്ക്. അപ്പോൾ എല്ലാവരും വിളിക്കും. വാർഡ് മെമ്പർ വിളിക്കുന്നതിനേക്കാൾ ചിലപ്പം ഞാൻ ചോദിക്കും ആരാ വാർഡ് മെമ്പർ, അവരോട് പറഞ്ഞിട്ട് പരിഹാരം കണ്ടില്ലെങ്കിൽ ഞാൻ ഇടപെട്ടാൽ പോരെ എന്നൊക്കെ ചോദിക്കും. പക്ഷേ നേരെ ഇപ്പം ആ ഒരു സ്നേഹം കൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാർക്ക്. ഞാൻ ക്യാൻഡിഡേറ്റ് ആയപ്പോഴും ഞാനത് തിരിച്ചറിഞ്ഞ ആളാണ്. അവർക്ക് വിശ്വാസമുണ്ട് നമ്മളെ കണ്ടാൽ പറ്റുമായിരിക്കും എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഫോൺ ഒരുപാടാണ്. അപ്പോൾ ആ പരാതിയൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് കൂടുതലും അത്തരം സമയം പിന്നീട് അധികം വിനിയോഗിക്കുന്നത്. പിന്നെ ഉറങ്ങണമല്ലോ, ഉറങ്ങുന്ന സമയത്ത് സെക്കൻഡ് ഷോ ഒക്കെ കാണാനാണ് നമുക്ക് കൂടുതലും പോകാൻ പറ്റുന്നത്. എന്തായാലും ടേക്ക് ഓഫ് കണ്ട് നല്ല മൂവിയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എത്രയൊക്കെ സമയത്ത് ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ടും കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു സ്ത്രീയും കൂടെ നിന്നിട്ടില്ല. സ്ത്രീ ആണല്ലോ എപ്പോഴും, പുരുഷനുമാണ്. ചെറിയ കുട്ടികളടക്കം അവർ കളിക്കാനൊന്നും പോകാതെ ഓരോ മതിലും അവിടെ ഇവിടെയൊക്കെ കയറി ഇങ്ങനെ കുനിഞ്ഞ് ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നതാണ്. അതൊരു നല്ല ലക്ഷണമായിട്ട് തോന്നാറില്ല. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ നല്ല കാര്യങ്ങൾ, അതായത് awake and stop not till the goal is reached എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്.